വാട്സപ്പ് സെക്യൂർ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന വീഡിയോയാണ്. അതായത് നമ്മൾ ഗൂഗിൾ പേ പോലെ വാട്സപ്പ് പേയ്മെന്റുകൾ ഉപയോഗിക്കുന്നവരാണല്ലോ മിക്കവരും. ഇങ്ങനെ ഉപയോഗിക്കുന്നവരുടെ ഫോട്ടോകളും നിങ്ങളുടെ ഡാറ്റകളും ഒക്കെ ചോർന്നു പോകാതിരിക്കുവാൻ ഈ സെക്യൂരിറ്റി നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കാൻ മറക്കല്ലേ. വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യപ്പെടാതിരിക്കുവാനും നിങ്ങൾ ഈ സെക്യൂർ സെറ്റിംഗ്സ് ഇന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കുവാൻ മറക്കല്ലേ. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉത്തയം ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. വാട്സപ്പിന്റെ ഐക്കൺ കാണും, നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. വാട്സപ്പിന്റെ മുകളിലായി 3 ഡോട്ട് കാണും, നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ സെറ്റിംഗ്സ് എന്ന് കാണും, നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി അവിടെ കുറേ ഓപ്ഷനുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അവിടെ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ കുറേ ഓപ്ഷനുകൾ വീണ്ടും വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനു മുമ്പും ഇതുപോലെയുള്ള സെറ്റിങ്സുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരെണ്ണം പിന്ന് ചെയ്തേക്കാം. വാട്സപ്പിൻ്റെ സെക്യൂരിറ്റിക്കായി ആദ്യം നമുക്ക് ചെയ്യേണ്ട സെറ്റിങ്സ് ഇതാണ്. സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഇങ്ങനൊരു ഓപ്ഷൻ ഓഫായി കിടക്കുന്നത് കാണാം, നിങ്ങൾ അതൊന്ന് ഓണാക്കി കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പ് അതർ ഡിവൈസിൽ ആരെങ്കിലും കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇനി നമ്മൾ ചെയ്തു വെക്കേണ്ട രണ്ടാമത്തെ സെക്യൂരിറ്റി സെറ്റിംഗ്സ് പാസ് കീ ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്രിയേറ്റ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. ക്യാൻസൽ കണ്ടിന്യൂ എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ നമ്പറോ മറ്റേതെങ്കിലും ഒരു പാസ്വേഡോ നിങ്ങൾ അവിടെ കൊടുക്കുക. അതിനുശേഷം ആ കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വാട്സപ്പ് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവരുടെ ഡിവൈസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡ് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ പാസ് കീ ഇല്ലാതെ അവർക്ക് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ മൂന്നാമതായി നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കേണ്ട ഇമെയിൽ അഡ്രസ്സാണ്. അവിടെ ക്ലിക്ക് ചെയ്തു ശേഷം ആഡ് ഇമെയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഇമെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അവിടെ കൊടുക്കുക. ആഡ് ചെയ്ത ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഓപ്ഷൻ വരും, അവിടെ നിങ്ങൾ എസ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഒരു OTP നിങ്ങളുടെ ഫോണിലേക്ക് വരും, അത് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടെ നിങ്ങളുടെ ഇമെയിലും സെറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന ഇമെയിലും OTPയും കാണിക്കുന്നില്ല, സുരക്ഷയുടെ ഭാഗമായിട്ടാണത്. ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ഏതെങ്കിലും നഷ്ടമായാൽ നമുക്ക് റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് തിരിച്ചെടുക്കുവാൻ സാധിക്കും. ഇനി പ്രധാനമായും വാട്സപ്പ് ചെയ്തു വെക്കേണ്ട 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനാണ്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ടേൺ ഓഫ് എന്നാണ് കിടക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തത് കൊണ്ടാണ്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിന് പറ്റിയൊരു വീഡിയോ ഞാൻ കമന്റ് ബോക്സിൽ പിന്ന് ചെയ്തേക്കാം. ഈ സെറ്റിംഗ്സ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.